ഇന്ത്യ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഔട്ട്റൈറ്റായി നിരാകരിക്കുകയാണ്, ഒരു തെളിവുമില്ലാതെ പറയുകയാണെന്ന് പറയലാണ്. എന്ന് മാത്രമല്ല കൂടുതൽ പ്രൊവോക്കേഷൻ ഉണ്ടാവുകയും ചെയ്യുകയാണ്. രാജ്യം അതിനോട് എങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതികരണം വരുന്നുണ്ടോ വിനീത? ഹാഷ്മി, കടുത്ത പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടി. ഇന്നലെ ഈ നയതന്ത്ര മേഖലയിലടക്കം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ തിരിച്ചടി നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ചയാകും. ഇന്ന് ഉച്ചയ്ക്ക് അല്പസമയം മുൻപാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു യോഗം കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിൽ വിവിധ വകുപ്പുകളിലെ മേധാവികൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. തുടർ നടപടികളടക്കം ചർച്ച ചെയ്യുന്നതിനായാണ് യോഗം ചേർന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തും. ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇതിനെതിരെ മറ്റ് പാർട്ടി നേതാക്കൾ നൽകുന്ന നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. ഏതാണെങ്കിലും ഈ നയതന്ത്ര മേഖലയ്ക്ക് പിന്നാലെ പ്രതിരോധ മേഖലയിലും കൂടി ശക്തമായ തിരിച്ചടി ഇന്ത്യ ഉറപ്പാക്കുമെന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭ്യമാവുന്നത്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ഇതിനോടകം തന്നെ ഇന്ത്യയുടെ നടപടി അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത്തരത്തിലേക്കുള്ള ചില റിപ്പോർട്ടുകൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ മിസൈൽ പരീക്ഷണം അടക്കം നടത്താൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നുവെന്ന ചില വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. ഇന്നും നാളെയും കറാച്ചി തീരത്ത് പരീക്ഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ കൂടുതൽ പാകിസ്ഥാന്റെ നാവികസേനാ വിന്യാസം നടക്കുന്നുവെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ കേന്ദ്രം വളരെ ശക്തമായി തന്നെ നിരീക്ഷിക്കുകയാണ്. സൈന്യത്തിനടക്കം കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ സൈന്യം സജ്ജമാണെന്ന് തന്നെയാണ് ഈ പ്രതിരോധ മേഖലയിൽ നിന്നും ഉൾപ്പെടെ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഒപ്പം ഈ വിവിധ രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികൾ ഇവരൊക്കെ നേരത്തെ തന്നെ ഈ ഭീകരതയ്ക്കെതിരെയുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് AICC ആസ്ഥാനത്താണ്. ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് യോഗം അവസാനിച്ചത്. നേതാക്കൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവർ പിന്നീട് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കിയാണ് രാഹുൽ ഗാന്ധി യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് അറിയിക്കും. അത് രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അതേസമയം ഈ നയതന്ത്ര മേഖലയിലെ നിയന്ത്രണത്തിന് അപ്പുറം മറ്റു കടുത്ത നടപടികളിലേക്ക് കൂടി രാജ്യം നീങ്ങുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഡൽഹിയിലെ പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്രജ്ഞൻ സാദ് അഹമ്മദ് വറൈച്ചിനെ ഇന്ത്യ വിളിച്ചു വരുത്തിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ പേഴ്സണ നോൺ ഗ്രാറ്റ നോട്ട് കൈമാറിയിട്ടുണ്ട് ഈ നയതന്ത്രജ്ഞന്. അതായത് പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുന്നതിനുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പ് കൂടിയാണ് ഇതെന്ന് പറയുന്നു. ഇതിന് പിന്നാലെ എക്സ്പോസ്റ്റ് അടക്കം ഹാൻഡിൽ അടക്കം നിരോധിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ. ഇങ്ങനെ കടുത്ത നിയന്ത്രണത്തിലേക്ക് പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കടുത്ത നിയന്ത്രണത്തിലേക്കടക്കം ഇന്ത്യ പോകുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ പ്രതിരോധ മേഖലയിലടക്കം ഇനി കൈക്കൊള്ളാൻ പോകുന്ന നടപടികളൊക്കെ ഒരുപക്ഷെ സർവകക്ഷി യോഗത്തിന് ശേഷമായിരിക്കും ആലോചിച്ച് തീരുമാനിക്കുക. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയും. ഏതാണെങ്കിലും ഭീകരതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നൊരു ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഇപ്പോൾ AICC ആസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പ സമയം മുൻപ് യോഗം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കുമോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക്, യോഗം അവസാനിച്ചതിന് ശേഷം അദ്ദേഹം വസതിയിലേക്ക് മടങ്ങിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയോടുകൂടി 10:30 ഈ യോഗം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ടുള്ള അജണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി തുടർ നടപടികളടക്കം ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് അറിയിക്കും. ഏതാണെങ്കിലും കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം പ്രതിരോധ മേഖലയിൽ അടക്കം എന്നൊരു ആവശ്യം നേരത്തെ തന്നെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അത് രാജ്യത്തിന്റെ കൂടി ഒരു ആവശ്യമുള്ള തരത്തിൽ വിവിധ മേഖലകളിൽ നിന്ന് അത്തരം ആവശ്യം ഉയരുന്നുണ്ട്. ഈ ഭീകരതയ്ക്കെതിരെ ശക്തമായ തിരിച്ചടി രാജ്യം നൽകണം എന്നൊരു ആവശ്യം വിവിധ മേഖലകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇതിന് മറുപടി എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ രാജ്യത്തിന് ഉറപ്പ് നൽകുന്നു, ഈ ഭീകരാക്രമണത്തിനെതിരെ തക്കതായ മറുപടി ഇന്ത്യ നൽകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചേർന്ന യോഗം ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കൂടുതൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതാക്കൾ ഇപ്പോൾ ഈ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് യോഗം അവസാനിച്ചതിന് ശേഷം അവർ മടങ്ങുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ യോഗം അവസാനിപ്പിച്ച മടങ്ങിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ഒപ്പം സോണിയാഗാന്ധി ഇരുവരും മടങ്ങുകയാണ്.
ഒപ്പം കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഉണ്ട്. ഒരുപക്ഷെ ഈ യോഗത്തിന് ശേഷം അതിനുശേഷം പിന്നീട് ഇനി ഇവർ പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളുമായി ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട തീരുമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് അറിയിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഏതാണെങ്കിലും അല്പസമയം മുൻപ് പവൻഗിരിയൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. ഇതിൽ കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള തീരുമാനമുണ്ട്. ആ തീരുമാനം ഉൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ അവർ അറിയിക്കും. ഇങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരുപക്ഷെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഭീകരതയെ എതിർക്കുന്നതിനുള്ള നടപടികൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിവിധ മേഖലകളിൽ ഒരുക്കിയിരിക്കുകയാണ്. സൈന്യത്തിനടക്കം കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിലും അതിനെ എതിർക്കുക എന്നുള്ളതിന് വേണ്ടി അത്തരത്തിലേക്കുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സൈന്യം സജ്ജമായി തന്നെ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് നേതാക്കൾ ഇപ്പോൾ ഇറങ്ങുകയെന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ACC ആസ്ഥാനത്തെ യോഗം അവസാനിപ്പിച്ച് നേതാക്കൾ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഓക്കെ, എടുക്കേണ്ട നിലപാടുകൾ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾ ഉന്നയിക്കേണ്ടതുണ്ടോ, സുരക്ഷാ പ്രശ്നങ്ങളടക്കം ചോദ്യം ചർച്ചയാക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവണം സ്വാഭാവികമായും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ചർച്ച. വൈകിട്ട് സർവകക്ഷി യോഗമാണ്. അതിലേക്ക് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ആ സർവകക്ഷി യോഗത്തിൽ ഒരു പക്ഷേ സൈനിക നീക്കം നടത്തണമെങ്കിൽ സൈനിക നീക്കത്തിൻ്റെ അടക്കമായ ചില നിർണായകമായ പോളിസി തീരുമാനങ്ങളടക്കം ആ സർവകക്ഷി യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നലത്തെ വൈകുന്നേരത്തെ സുരക്ഷാ സമിതി യോഗം പോലെ ഇന്നത്തെ സർവകക്ഷി യോഗവും ഈ മണിക്കൂറുകൾ ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങളിലൊന്നാണ്.